നമസ്കാരം, ഞാൻ ബീന വിജയൻ. ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു കേരള സാമ്പാർ റെസിപ്പിയുമായിട്ടാണ്. അതിനെന്തെല്ലാം ചേരുവകൾ വേണം, അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 4 ചെറിയ വെണ്ടയ്ക്ക, ഒരു മുരിങ്ങക്ക, 4-5 പച്ചമുളക്, 5-8 വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു ചെറിയ പൊട്ടറ്റോ, ഒരു വഴുതനങ്ങ, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, കുറച്ച് മല്ലിയില, പിന്നെ പരിപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ വേണം, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം, കായം, ഒരു 4 സ്പൂൺ തേങ്ങ വേണം, കുറച്ച് 8-10 ചുമന്നുള്ളി, ഒരു സവാള, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ പിരിയൻ മുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ വേണം, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ നല്ല സാമ്പാർ വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അടുത്തായിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായി വേവിച്ചെടുക്കണം. അതിന് നമ്മൾ ചെറിയ കുക്കർ എടുത്തു, അതിലേക്ക് പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുന്നു. ഇതിന് ആവശ്യമായ ഒരു 4 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ഒഴിക്കും. ഇനി ഇത് നന്നായി അടച്ച് ഒരു 4 വിസിൽ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 വിസിൽ കേട്ട് കഴിയുമ്പോൾ തീ ഓഫാക്കി ഇടുക. ഇനി നമുക്ക് ഈ സാമ്പാറിന് ആവശ്യമായ അരപ്പുണ്ടാക്കാം. ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്ത് എത്തിച്ച് അതിലേക്ക് കുറച്ച് 1/2 സ്പൂൺ, ഇത് വെളിച്ചെണ്ണയാണ്, ഇത് ഉറഞ്ഞിരിക്കുന്നതാണ്, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങ, കറിവേപ്പില, സവാള, കുറച്ച് ചുമന്നുള്ളി ഇവിടെ താളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയതെല്ലാം ഒന്നിച്ച് ഇട്ട് 2-3 വെളുത്തുള്ളിയും കൂടി വറുക്കാൻ എടുക്കുന്നുണ്ട്. ബാക്കിയതെല്ലാം കഷ്ണത്തിലേക്ക് ഇടുന്നുണ്ട്. ഈ കുരുമുളക്, ഉലുവയും ജീരകവും ഇതൊന്ന് മൂത്ത് വന്നിട്ടിട്ടാൽ മതി. ഇനി ഇത് തേങ്ങ ബ്രൗൺ കളർ, ഉള്ളി ബ്രൗൺ ആവണമെന്ന് നോക്കണ്ട, ഈ തേങ്ങ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി എടുക്കുക. തീ കുറച്ചിട്ട് തേങ്ങ വറുത്തു, കരിയാതെ വറക്കണം തേങ്ങ. അതുപോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉലുവയും ഈ ജീരകവും ഇടുക. തീ നന്നായി കുറച്ച് വയ്ക്കണം, കരിയരുത്. പിന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ കുറച്ചും കൂടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇടാം. ഇത് അല്പം പിരിയ മുളക് പൊടി ഇടുന്നത് എരിവ് കുറവാകാൻ വേണ്ടി. അതുപോലെ കുറച്ച് മഞ്ഞൾ, ഇതും അതിൻ്റെ പച്ചപ്പ് മണം പോകണം.
പച്ച ചുവ വരും. നന്നായിട്ട് മൂക്കണം. തീ നന്നായി കുറഞ്ഞ് കിടക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയെല്ലാം വെങ്ങിപ്പോകും. ഇതിപ്പോൾ നന്നായി മൂത്ത മണം നന്നായി വരുന്നുണ്ട്. അതിലേക്ക് അല്പം കായപ്പൊടിയും കൂടി ഇട്ട് തീ നന്നായി കുറച്ച് വയ്ക്കണം. കായപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫാക്കി ഇത് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരയണം. ചൂടാറിക്കഴിഞ്ഞിട്ടാട്ടോ മിക്സിയിലിടാൻ പറ്റുള്ളൂ. ചൂടാറിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. ഇത് നമ്മൾ നന്നായി വറുത്തെടുത്ത അരപ്പാണ്. ഇത് നമ്മളൊരു മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ അളവിലുള്ള സാമ്പാറിന് ഏകദേശം ഏതൊക്കെ കഷ്ണങ്ങൾ ഇട്ടാലും ഇത്രയും കഷ്ണങ്ങളെ പാടുള്ളൂ. അതായത് ഈ കോപ്പയ്ക്ക് ഒരു കോപ്പ എന്നുള്ള രീതിയിൽ. ഇതിൽ ഈ കഷ്ണം തന്നെ ഇടാവുള്ളൂ എന്നൊരു നിർബന്ധവുമില്ല. മത്തങ്ങ ഇടാം, ചേന ഇടാം, കുമ്പളങ്ങ, വെള്ളരിക്ക, നമുക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണങ്ങളും ഇടാം. പക്ഷേ കഷ്ണങ്ങൾ ഒരുപാടാവരുത്. എല്ലാം കൂടി അരിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇത്രയേ പാടുള്ളൂ. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തു. ഈ പരിപ്പിന് നമ്മൾ നന്നായി ഒരു തവി വെച്ച് നന്നായി ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് കഷ്ണങ്ങളിടണം, പുളിവെള്ളം ഒഴിക്കണം, അരപ്പൊഴിക്കണം. പരിപ്പ് നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായി ഇതിലേക്ക് കലക്കുക. ഈ അരപ്പ് ഒട്ടും തന്നെ കളയാതെ ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നെ അരപ്പ് കളയാതെ ഇതിലേക്ക് മുഴുവൻ കലക്കി ഒഴിക്കണം. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇടുക. പിന്നെ ആവശ്യമായ പുളിവെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, ഒരു ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇപ്പം തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കിയിട്ട് ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ. കുറച്ചും കൂടി ഉപ്പ് വേണം. ഈ അവസരത്തിൽ പുളി അവരവരുടെ ഇഷ്ടത്തിന് പുളി കൂടുതലാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി കൂടുതലിടാം. ഈ പച്ചമുളകിൻ്റെയൊക്കെ എരിവ് ഇറങ്ങും. അതെല്ലാം കണ്ടു വേണം ചേർക്കാനായിട്ട്. ഇപ്പം തന്നെ കഷ്ണമൊന്നും വെന്തില്ല, എന്നിട്ട് പോലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ നമ്മൾ പരിപ്പ് വേവിച്ച കുക്കർ ആയതുകൊണ്ട് ഈ അടപ്പൊന്ന് കഴുകി ഇടുന്നതായിരിക്കും സേഫ്. അതിൻ്റെ ഹോള് എപ്പോഴും വേണമെങ്കിൽ ഒന്ന് ഊതി, അല്ലെങ്കിൽ ഇതിലൂടെ വെള്ളം വീഴുന്നുണ്ടോ എന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് ഇടയ്ക്കാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ അടഞ്ഞ് ഇരുന്നാൽ അപകടമാണ്. ഇത് അടച്ച് വേവിച്ചിട്ട് ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടാൽ അപ്പം ഓഫാക്കി ഇടുക. അത് കഴിഞ്ഞിട്ട് ഫുൾ വെയിറ്റ് ആവി പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുക് താളിച്ചിടുക. വിസിലടിച്ചാൽ ഉടൻ തന്നെ കുക്കറിൻ്റെ തീ കിടത്തുക.
വിസിൽ ചീറ്റി തെറിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വെയിറ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ശരിക്ക് ആറി തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. ഇത് നമ്മുടെ കുക്കർ കഷ്ണമൊന്നും അങ്ങനെ പുളി ചേർത്തുകൊണ്ട് വെണ്ടയ്ക്ക ഇതൊന്നും അങ്ങനെ കലങ്ങി പോവില്ല. അത് കണ്ടോ, എല്ലാം കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് ആ പുളി ചേർത്തുകൊണ്ടാണ്. കുക്കറിലിട്ട് ഒരു വിസിലടിക്കുമ്പോൾ കഷ്ണം എല്ലാം കലങ്ങി പോവില്ലേ എന്നൊക്കെ സംശയം തോന്നും. ഒന്നുമില്ല, പരിപ്പ് മാത്രമാണ് വെന്തുടഞ്ഞിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, മുരിങ്ങാക്കോലെല്ലാം ഉടയാതെ കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. പിന്നെ ഒരു സീക്രട്ട്, ഇതിൻ്റെ രുചി കൂട്ടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് തുടക്കത്തിൽ പറഞ്ഞില്ല. അത് നമ്മുടെ ശർക്കരയാണ്. ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഇതിലൊഴിക്കണം. ഇച്ചിരി മധുരം മുന്നിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടുതലാക്കാം, എന്നാലും ഒരുപാട് അധികം ആവരുത്. ഒരു സ്പൂൺ ശർക്കര നീരൊഴിക്കണം. പിന്നെ കടുക് താളിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇതിലേക്ക് 1, 2, 4 കടുക് ഇട്ടാൽ പോരാ, 1 സ്പൂൺ തന്നെ കടുക് ഇടണം. വേണേ അല്പം ഒന്ന് കുറച്ചിടാം. കടുക് നന്നായി പൊട്ടണം, എല്ലാം തന്നെ പൊട്ടണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയിട്ട് മൂപ്പിക്കും. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇടും. ഈ അവസാനം കായപ്പൊടി ഇടുമ്പോൾ സാമ്പാറിൻ്റെ മണം കുറച്ച് മുന്നിൽ നിൽക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇട്ടു കായപ്പൊടി, അതും ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലേശം മുളക് പൊടിയും കൂടി ഇടും. കുറച്ച് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് അത് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് സാമ്പാറിലേക്ക് ഒഴിക്കും. ഇനിയാണ് നമ്മുടെ ശർക്കര പാനി. ഇത് ശർക്കര ഉരുക്കി പാനിയാക്കിയതാണ്. 1 സ്പൂൺ ഒഴിക്കും. ഇത് ഈ സാമ്പാറിലെ പുളി, ഉപ്പ് എല്ലാത്തിനെയും ഒന്ന് ന്യൂട്രലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് നോക്കുക, ശർക്കര ഒഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു സാമ്പാറായി. നമ്മുടെ സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതായിരിക്കും. നന്ദി.